വെൽക്കം ടു KT ഓൺലൈൻ സ്റ്റഡി ആപ്പ്. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ KT 2019 സ്കീമിലെ സെമസ്റ്റർ 5 വരുന്ന അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഓക്കെ, സോ ഇറ്റ് ഗോസ് ബൈ ദ സബ്ജക്ട് കോഡ് ECT 305. ഓക്കെ, സോ ആക്ച്വലി നിങ്ങളിത് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പേപ്പറാണ്. ഓക്കെ, നിങ്ങളുടെ സ്കീമിൽ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കമ്മ്യൂണിക്കേഷനാണ്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി കോമ്പിനേഷൻ ഓഫ് 2 ഡിഫറെൻറ്റ് പേപ്പേഴ്സ്. അനലോഗ് കമ്മ്യൂണിക്കേഷൻ ഒരു പേപ്പറും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വേറൊരു പേപ്പറാണ്. ഓക്കെ, സോ ദേ ഹാവ് കമ്പൈൻഡ് ദീസ് 2 സബ്ജക്ട്സ് ആൻഡ് ഒരു പുതിയ പേപ്പറാക്കിയാണ് നിങ്ങളുടെ സ്കീമിൽ ഇട്ടിരിക്കുന്നത്. ഓക്കെ, സോ വിൽ ലേൺ അബൌട്ട് ദാറ്റ്. സോ മെയിൻലി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് 2 ആസ്പെക്ട്സ് ആണ്. വിൽ ലേൺ അബൌട്ട് അനലോഗ് കമ്മ്യൂണിക്കേഷൻ ആസ് വെൽ ആസ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ നിങ്ങളുടെ എൻ്റെ സിലബസിൽ വന്നിട്ടുള്ളത് 5 മോഡ്യൂൾസ് ആണല്ലേ. 1, 2, 3, 4, 5 5 മോഡ്യൂൾസ് വന്നിട്ടുണ്ട്. 5 മോഡ്യൂൾസിൻ്റെ ഒരു ഓവർവ്യൂ എങ്ങനെയാണ്, നിങ്ങൾ എന്തൊക്കെ കവർ ചെയ്യാൻ പോകുന്നത്, ഒരു കണ്ടന്റ് പോലെ നമുക്ക് നോക്കാം. So after that we'll learn with the module 1. Okay, so module 1 so going with the overview, module 1 എന്ന് പറയുമ്പോൾ we'll be learning about the analog communication. Okay, so analog communication എന്താണ്? See, basically what is communication? നമുക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ, ഒരു ഇൻഫർമേഷൻ ഇൻ ദ സെൻസ് എന്താണ്, ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇതെന്താണ്, സ്പീച്ച് സിഗ്നൽ. ഓക്കെ, സോ ദ സ്പീച്ച് സിഗ്നൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് യു ഗൈസ് ക്യാൻ ഹിയർ ഇറ്റ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഞാൻ എൻ്റെ കോൺവെർസേഷൻ ഈസ് ബീങ് റെക്കോർഡഡ് ആൻഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം യു വിൽ ബി ഹിയറിംഗ് ഇറ്റ്. സോ ദിസ് ഇസ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ, റൈറ്റ്? സോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ ഇൻഫർമേഷൻ ഉണ്ട്. സോ ഇൻ ദിസ് കേസ് മൈ സ്പീച്ച് ഈസ് ദി സിഗ്നൽ അല്ലെ, ഇൻഫർമേഷൻ സിഗ്നൽ. ആ ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോയിന്റ് എയിൽ നിന്ന് വേറൊരു പോയിന്റ് ബിയിലോട്ട് വി ഹാവ് ടു transmit it. മനസ്സിലായോ? So that transfer of information from a source to a destination point is what is called as a communication. Okay, in the simplest way possible പറയുന്നതാണ് ഇത്. ഓക്കെ, കമ്മ്യൂണിക്കേഷനെ പറ്റി. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് ആണ്. സോ വെൻ യു ലുക്ക് അറൗണ്ട് ഈ പറയുന്ന സ്പീച്ച് സിഗ്നൽ, ഓക്കെ, ദ സിഗ്നൽസ് യു ക്യാൻ സീ അറൗണ്ട് ഇൻ ദ നേച്ചർ, ഇതെല്ലാം എന്ത് ഫോമിലാണ് കിടക്കുന്നത്, അനലോഗ് സിഗ്നൽസ് ആണ്. മനസ്സിലായോ? ഓക്കെ, ദ സിഗ്നൽസ് വിച്ച് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ടൈം, ദീസ് ആർ ദി അനലോഗ് സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുവരുന്ന സിഗ്നൽസ് എല്ലാം നേച്ചറിലുള്ളതല്ല, അനലോഗ് ആണ്. സോ ദീസ് സിഗ്നൽസ് ഹാസ് ടു ബി ട്രാൻസ്മിറ്റഡ്. സോ വെൻ അനലോഗ് സിഗ്നൽസ് ആർ ബീങ് ട്രാൻസ്ഫേർഡ് ഫ്രം ഒരു പോയിന്റ് ടു അനദർ പോയിന്റ്, നമ്മൾ അതിന് എന്ത് പറയും, അനലോഗ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയും. ഇനി വി ഹാവ് ഡിജിറ്റൽ സിഗ്നൽസ്. ഓക്കെ, ഡിജിറ്റൽ സിഗ്നൽസ് വിച്ച് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ സാമ്പിൾ പോയിന്റ്സ് അല്ലേ. അപ്പോൾ സാമ്പിൾസിനെ ഡിപ്പെൻഡ് ചെയ്ത സിഗ്നൽസ് ആണ് ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിനെ പറ്റിയും പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മുടെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് സാസിൽ പഠിച്ചിട്ടുണ്ട്, എന്താണ് അനലോഗ് എന്താണ് ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ വി ഹാവ് ദീസ് ഡിജിറ്റൽ സിഗ്നൽസ് ഓൾസോ. ഓക്കെ, ആൻഡ് ഈ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ദ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് ദി അനലോഗ് ആസ് വെൽ ആസ് ദി ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ഓൾറൈറ്റ്, സോ ഈ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അനലോഗ് കമ്മ്യൂണിക്കേഷനെ പറ്റിയായിരിക്കും. ഓക്കെ, അനലോഗ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ആദ്യം എന്ത് പഠിക്കും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എന്താണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതേപോലെ കമ്മ്യൂണിക്കേഷൻ്റെ യൂസ് എന്താണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മളൊരു ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പഠിച്ചിട്ട് അതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കുക, ആ കമ്പോണൻസ് എന്താണ്, എന്തൊക്കെ യൂസ് ആണ്. അതേപോലെ വി ലേൺ അബൌട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് വിച്ച് ഇസ് കോൾഡ് ആസ് ഈ മോഡുലേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ പറയുന്ന സമയത്ത് തന്നെ വി ഡു എ പ്രോസസ് കോൾഡ് ആസ് മോഡുലേഷൻ. ഓക്കെ, ഈ മോഡുലേഷൻ എന്താണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കും. നീഡ് ഫോർ മോഡുലേഷൻ എന്താണ്. ഓക്കെ, ആൻഡ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസിലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡുലേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറയുന്നതാണ് വി ഹാവ് ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ലൈക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്, ഫ്രീക്വൻസി മോഡുലേഷൻ ഉണ്ട്. ഓക്കെ, സോ ഈ മോഡുലേഷൻസ് എന്താണ്, അതിൻ്റെ സ്പെക്ട്രം വരയ്ക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പഠിക്കും. അതേപോലെ സിംഗിൾ സൈഡ് ബാൻഡ് എന്താണ്, അതേപോലെ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ എന്താണ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നത്. Okay, now moving on to the module 2, we'll be learning about review of random variables. So again, communication പഠിക്കുന്ന സമയത്ത് it is compulsory that നിങ്ങൾ random variables and process എന്താണെന്ന് അറിയണം. So അതാണ് നമ്മളിവിടെ ആക്ച്വലി പഠിക്കാൻ പോകുന്നത്. Okay, so we'll learn about എന്താണ് random variables. Okay, random variables പറയുന്ന സമയത്ത് അവിടെ നമുക്ക് cumulative distribution ഫംഗ്ഷനും cumulative density ഫംഗ്ഷനും അതുപോലെ PDF, CDF and PDF എന്താണെന്ന് പഠിക്കണം. പിന്നെ അവിടുത്തെ ടേം എൻട്രോപ്പി എന്താണ്, ഓക്കെ, എൻട്രോപ്പി എന്താണ്, മ്യൂച്വൽ ഇൻഫർമേഷൻ എന്താണ്, പിന്നെ സ്റ്റേഷനറി പ്രോസസ്, വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ് WSS എന്താണ്. ഓക്കെ, അതേപോലെ ഓട്ടോ കോറിലേഷൻ, പാസ്പെക്ടൽ ഡെൻസിറ്റി, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി മോഡ്യൂൾ 2. ആൻഡ് മോഡ്യൂൾ 3 അഗെയിൻ നമ്മൾ സോഴ്സ് കോഡിങ്ങിനെ പറ്റി പഠിക്കും. സോഴ്സ് കോഡിങ് ആക്ച്വലി നമുക്ക് 2 തിയറംസ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ വിൽ ലേൺ അബൌട്ട് ദോസ് തിയറംസ്. എന്നിട്ട് 3 ടൈപ്സ് ഓഫ് മോഡുലേഷൻ സിസ്റ്റംസ്.
സോ വി ഹാവ് PCM, പൾസ് കോഡ് മോഡുലേഷൻ, DPCM ആൻഡ് ഡെൽറ്റ മോഡുലേഷൻ. അതിനെപ്പറ്റി ലൈക്ക് ഇപ്പോൾ ഡെൽറ്റ മോഡുലേറ്റർ പറയുകയാണെങ്കിൽ നമുക്ക് അതിലൊരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും, റിസീവറും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കണം, അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയണം, കുറച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കാണും ആൻഡ് ഗ്രാഫും കൂടെ കാണും ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ കേസിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഓരോന്നിലും നമ്മൾ ഈ സെയിം ഒരു സ്റ്റെപ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി മോഡ്യൂൾ 4 വന്നിട്ട് വീട്ടിലാണുമ്പോൾ എന്താണ് ഗ്രാം ഷ്മിത്ത് പ്രൊസീജിയർ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, യൂണിവേഴ്സിറ്റിക്ക് ഡെഫിനറ്റ്ലി ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. യൂസിങ് ഗ്രാം ഷ്മിത്ത് പ്രൊസീജിയർ അല്ലെങ്കിൽ ഗ്രാം ഷ്മിത്ത് ഓർത്തോഗണൈസേഷൻ പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോബ്ലം അറ്റംപ്റ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അതല്ലാണ്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് അബൌട്ട് ചാനൽ എഫക്ട്സ്. അപ്പോൾ അതിൽ വീട്ടിലാണുമ്പോൾ ആദ്യം GS പ്രൊസീജിയറിനെ പറ്റി പഠിക്കും. എന്നിട്ട് എന്താണ് ഇൻഡർ സിമ്പിൾ ഇൻഡർഫറൻസ്, ഓക്കെ, കൈൻഡ് ഓഫ് നോയ്സ് ആണ്. പിന്നെ എന്താണ് നൈക്വിസ്റ്റ് ക്രൈറ്റീരിയ, സിഗ്നലിംഗ്, ഇക്വലൈസർ, AWGN ചാനൽ, ഓക്കെ, ബാക്കി ഈ പറയുന്ന ടോപ്പിക്സ്. ഓക്കെ, ഇപ്പോൾ നോക്കി നിങ്ങൾ കൺഫ്യൂഷൻ ആവട്ടെ, വില്ലാണ് ബോത്ത് ദി സ്റ്റെപ്സ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരുന്നേ ഉള്ളൂ. ആൻഡ് മോഡ്യൂൾ 5 ഫൈനലി വിൽ ബി ലേണിംഗ് അബൌട്ട് ദി ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ്. ഓക്കെ, ഇപ്പോൾ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സിലാണ് വി ലേൺ അബൌട്ട് ദി QPSK. ഓക്കെ, നമുക്ക് ആക്ച്വലി 2 ടൈപ്സ് ഉണ്ട്, BPSK, QPSK. നമ്മൾ QPSK ആയിരിക്കും ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ക്വാഡ്രേച്ചർ, ഫേസ് ഷിഫ്റ്റ് കീ, അതേപോലെ എന്താണ് ഒരു സിഗ്നൽ കോൺസ്റ്റലേഷൻ. ഈ സിഗ്നലിൽ എങ്ങനെ എനിക്ക് ഗ്രാഫിക്കലി വരയ്ക്കാൻ പറ്റും, ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രാഫിൽ എനിക്ക് അതിനെ കാണിക്കാൻ പറ്റും. അപ്പോൾ അതാണ് സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം. അതേപോലെ വിൽ ലേൺ അബൌട്ട് QPSKയുടെ ട്രാൻസ്മിറ്റർ റിസീവർ, പിന്നെ QA മോഡുലേഷൻ എന്താണ്. ഓക്കെ, സോ ബൈ ദ എൻഡ് ഓഫ് ദിസ് മോഡ്യൂൾ 5 വിൽ ബി ലേണിംഗ് അബൌട്ട് ഓൾ ദി ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് ഓൾസോ. മനസ്സിലായോ? അപ്പോൾ അനലോഗ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചു, ഡിജിറ്റൽ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദി overview of what will be learning. Okay, now we'll be starting with the module 1. So നമ്മൾ മോഡ്യൂൾ 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് ദി അനലോഗ് കമ്മ്യൂണിക്കേഷൻ. സോ നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു അല്ലേ? സോ കമ്മ്യൂണിക്കേഷൻ ബേസിക്കലി എന്താണ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ ആ സിഗ്നലിനെ ഞാൻ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ദി പ്രോസസ് വാട്ട് വി കോൾ ആസ് ദി കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അനലോഗ് ആവാം, ഡിജിറ്റൽ സിഗ്നൽസിനെ ആവാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുത്തെ കേസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അബൌട്ട് ദി എലമെൻറ്റ്സ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കതിൽ എന്തൊക്കെ ഡിഫറെൻറ്റ് ബ്ലോക്സ് വരും. ഓക്കെ, അതാണ് ഇത് ഈ ഒരു ബ്ലോക്ക് കാണിച്ചേക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ബിഗിനിങ് വിത്ത് ദി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. എന്ന് വെച്ചാൽ സപ്പോസ് ജസ്റ്റ് അസ്യൂമിങ്, ഓക്കെ, ഐ ആം എ പേഴ്സൺ, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ വേറൊരാളുണ്ട്, ഓക്കെ, എ പേഴ്സൺ B. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഞാനിപ്പോൾ സംസാരിക്കുന്നത് അയാൾ കേൾക്കുകയാണ്. ഓക്കെ, എന്നാൽ അയാൾ എന്ത് ചെയ്യാണ്, തിരിച്ച് എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോ ഇവിടുത്തെ കേസിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഐ ആം ദി സോഴ്സ് അല്ലെ, ഐ ആം ദി സോഴ്സ് ആൻഡ് ഞാൻ സംസാരിക്കുന്നത് എന്താണ്, ഈ സൗണ്ട് എന്താണ്, ഇറ്റ് ഈസ് എ സ്പീച്ച് സിഗ്നൽ. ആ സിഗ്നലാണ് ഈ പറയുന്ന സ്പേസ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്ത് അയാൾക്ക് കേൾക്കാൻ പറ്റുന്നത്. സോ ഹീ വിൽ ബി ദി റിസീവർ. കാരണം എന്താണ്, ഈ സിഗ്നലിനെ അയാൾ റിസീവ് ചെയ്തെടുത്തിട്ട് കേൾക്കുന്നുണ്ട് അല്ല, സിഗ്നൽ അയാൾക്ക് പോവും, എന്നിട്ട് അയാൾ എന്ത് ചെയ്യും, ഞാൻ പറയുന്നത് എന്താണെന്ന് അയാൾ ഡീകോഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കും. സോ ദിസ് ഇസ് ആക്ച്വലി വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ വി ആർ ആക്ച്വലി കമ്മ്യൂണിക്കേറ്റിംഗ് അല്ലേ, ഐ ആം കമ്മ്യൂണിക്കേറ്റിംഗ് ടു യു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കേസസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പറയുന്ന സമയത്ത് ദേ വിൽ ബി എ സോഴ്സ് അല്ലേ, ദേ വിൽ ബി എ സോഴ്സ്. സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മൈ സ്പീച്ച് സിഗ്നൽ. ഓക്കെ, ആൻഡ് ഐ ആം ദി ട്രാൻസ്മിറ്റർ. കാരണം ഞാൻ എന്താ ചെയ്യുന്നത്, ഈ സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഐ ആം പ്രൊഡ്യൂസിങ് ദ സ്പീച്ച് സിഗ്നൽ. ഓക്കെ, സോ ഐ ആം ദി ട്രാൻസ്മിറ്റർ. എന്നിട്ട് ഈ സിഗ്നൽ ഇങ്ങനെ പോകുന്നത് അലോങ് ദ സ്പേസ് ആണ്, എയർ വഴിയല്ലേ പോകുന്നത്. സോ ദിസ് എയർ ബിക്കംസ് എ ചാനൽ. അപ്പോൾ ചാനൽ എന്താണ്, ഒരു സിഗ്നലിനെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് കൊണ്ടുപോകുന്ന ഒരു പാത്തിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ചാനൽ. അപ്പോൾ ഈ പറയുന്ന സ്പേസ് അല്ലെങ്കിൽ എയർ ആയിട്ടുള്ള ചാനൽ വഴി എൻ്റെ സ്പീച്ച് സിഗ്നൽ എന്ന് പറയുന്നത് എൻ്റെ ഇൻഫർമേഷൻ സിഗ്നൽ അല്ലെങ്കിൽ നമ്മളതിനെ മെസ്സേജ് സിഗ്നൽ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇങ്ങനെ മെസ്സേജ് സിഗ്നൽ ഈ ചാനൽ വഴി പോയി ആ പേഴ്സൺ ബിക്ക് എത്തുന്നു. ആ പേഴ്സൺ ബി ആരാണ്, റിസീവർ. അപ്പോൾ റിസീവറിലോട്ട് അയാളുടെ ചെവിയിലോട്ട് എന്ത് പറ്റും, ഈ സൗണ്ട് എത്തും. ഇനി അയാൾ എന്ത് ചെയ്യണം, ഈ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം അല്ലേ. അപ്പോൾ സ്പീച്ച് സിഗ്നലിനെ മനസ്സിലാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് അയാൾ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഹിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ മെസ്സേജ് ഐ സെൻഡ് അല്ലെ, ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് അയാൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കും. സോ ഹി ട്രൈസ് ടു എക്സ്ട്രാക്ട് ദി ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ. മനസ്സിലായോ? സോ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഇതിനെ തന്നെ നമ്മളിവിടെ ബ്ലോക്ക് ആയിട്ട് പറയാൻ പോകുന്നത്. സോ സീ ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്, സംസാരിക്കുന്ന സിഗ്നൽ. ഓക്കെ, ഇറ്റ് ഈസ് ഗിവൺ ടു എ ട്രാൻസ്മിറ്റർ. ട്രാൻസ്മിറ്ററിൻ്റെ പർപ്പസ് എന്തായിരിക്കും, ട്രാൻസ്മിറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, സപ്പോസ് ഇറ്റ് ഇസ് എൻ ആൻറ്റിന.
ഒരു ആൻറ്റിന എന്താ ചെയ്യുന്നത്? ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പുറത്തോട്ട് വിടും, അല്ലെങ്കിൽ പുറത്തോട്ടുള്ള സിഗ്നലിനെ അക്സെപ്റ്റ് ചെയ്തെടുക്കും. ഇതാണ് ആൻറ്റിനയുടെ പർപ്പസ്. ഓക്കെ, സോ ഇറ്റ് ഇസ് ഗിവൺ ടു ആ ട്രാൻസ്മിറ്റർ. അപ്പോൾ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും? ഈ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സിഗ്നലിനെ കൺവേർട്ട്സ് ഇറ്റ് ഇൻ ടു അനദർ ഫോം. എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഈ സോഴ്സ് സിഗ്നൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നതിനെ അത് മോഡിഫൈ ചെയ്ത് വേറൊരു ഫോമിലോട്ട് ആക്കിയിട്ട് ആർക്ക് കൊടുക്കും? ചാനലിന് കൊടുക്കും. ഓക്കെ, ചാനൽ വഴി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോമിലോട്ട് ഈ പറയുന്ന മെസ്സേജ് സിഗ്നലിനെ കൺവേർട്ട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആര് ചെയ്യുന്നത്? ഈ ട്രാൻസ്മിറ്റർ ചെയ്യുന്നത്. ഓക്കെ, ആ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിനെ നമ്മൾ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാനൽ വരും? ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെലിഫോൺ ലാൻഡ് ലൈൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വയർ കാണത്തില്ലേ? അതിനെ നമ്മൾ എന്ത് പറയും? കോയാക്സിയൽ കേബിൾ. പിന്നെ ഇപ്പോഴത്തെ കേസിലൊക്കെ നിങ്ങൾ വീട്ടിൽ വൈഫൈ എടുക്കുന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഏഷ്യാനെറ്റിലും അതേപോലെ ജിയോയിലൊക്കെ ജിയോ ഫൈബർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ജിയോ ഫൈബർ നെറ്റ്. അപ്പോൾ അതിലൊക്കെ അവർ ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് അനദർ ടൈപ്പാണ്. കോയാക്സിയൽ ടൈപ്പ് കേബിളുണ്ട്. അതേപോലെ ഇപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നു, നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നു, അതേപോലെ എന്താണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിലെല്ലാം വരുന്നതിൻ്റെ ആ മോഡ് ഓഫ് ചാനൽ എന്താണ് വരുന്നത്? എയർ അല്ലേ? എയർ വഴിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ സാറ്റലൈറ്റ് വഴി നമുക്ക് എന്തായാലും വയർ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ ഓബിയസ്ലി അവിടെ സ്പേസ് ആണ് ഈ പറയുന്ന ചാനലായിട്ട് ആക്ട് ചെയ്യുന്നത്. അതേപോലെ മൊബൈൽ കമ്മ്യൂണിക്കേഷനിലും സ്പേസ് ആണ് എന്ന് പറയുന്ന ചാനലായിട്ട് ആക്ട് ചെയ്യുന്നത്. റേഡിയോ കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, ബ്രോഡ്കാസ്റ്റിങ്ങിൽ അതിലെല്ലാം എന്താണ് സംഭവിക്കുന്നത്? എയർ ഇസ് ദി ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അബൌട്ട് ചാനൽസ്. ഇനി ചാനൽ വഴി എന്ത് ചെയ്യും? ചാനൽ വഴി സിഗ്നൽ റിസീവറിലോട്ട് പോകണം. പക്ഷെ അതിന് മുന്നേ ഇപ്പോൾ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ എന്താണ് ഐഡിയൽ കേസ്. ഒരു സിഗ്നൽ വരുന്നു, ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ചാനൽ വഴി പാസ് ചെയ്ത് പുറത്ത് വരുന്നതിന് ഞാൻ റിസീവ്ഡ് സിഗ്നൽ പറയുന്നു, അത് നേരെ റിസീവറിലോട്ട് പോകുന്നു. പക്ഷെ പ്രാക്ടിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇപ്പോൾ ഈ ചാനൽ വഴി പാസ് ചെയ്യുന്ന സമയത്ത് കുറേ നോയ്സസ് പുറത്തുനിന്ന് വരും. സോ ആക്ച്വലി കൺസിഡർ ദിസ് കേസ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആൻഡ് ഇപ്പോൾ എന്താണ്? സൈലൻ്റ് അല്ലേ? വേറെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സോ വാട്ട് ഇഫ് ബാക്കിൽ ഇപ്പം ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഇമാജിൻ ഡ്രാഗൺസിൻ്റെ ബിലീവർ വെച്ചേക്കാണ്. ഓക്കെ, നല്ല വോള്യത്തിൽ വെക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കുമോ? ഇല്ല അല്ലേ? അപ്പോൾ ആ പറയുന്ന സംഭവം, ആ എക്സ്റ്റേണൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബിക്കംസ് എ നോയ്സ്. കാരണം ഈ കേസിൽ ഞാനാണ് സോഴ്സ്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അപ്പം നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷനെ ഇൻ്റർഫിയർ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ഒരു നോയ്സ് ഉണ്ടെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് എ നോയ്സ്. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ കേസിലും എക്സ്റ്റേണലി പല സോഴ്സസ് കാരണം, ബാക്കി എന്തെങ്കിലുമൊക്കെ സോഴ്സസ് കാരണം എന്ത് പറ്റും? ദാറ്റ് ബിക്കംസ് എ നോയ്സ്. എനിക്ക് മനസ്സിലാകാ പറയുന്നത്. ചാനൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നോയ്സസ് ക്യാൻ കം. ഈ നോയ്സ് എക്സ്റ്റേണലി ഉണ്ടാവാം, ഈ സിസ്റ്റമിൻ്റെ അകത്തുനിന്ന് കാരണം ഉണ്ടാവാം. നമുക്ക് ആക്ച്വലി പല ടൈപ്സ് ഓഫ് നോയ്സ് ഉണ്ട്. തെർമൽ നോയ്സ്, ഷോർട്ട് നോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്സ് ഓഫ് നോയ്സ് ഉണ്ട്. ഇതൊക്കെ സിസ്റ്റമിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ സിസ്റ്റം ചിലപ്പോൾ ഹീറ്റഡ് ആവുന്ന കാരണം ഉണ്ടാകുന്ന നോയ്സ്, അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. ഓക്കെ, സോ വെൻ വി ഗെറ്റ് ആൻ അൺഡിസൈഡ് സിഗ്നൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ നോയ്സ്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ നോയ്സും കൂടെ വരുന്ന സമയത്ത് ഈ ട്രാൻസ്മിറ്റഡ് സിഗ്നലിനെ എന്ത് ചെയ്യും? അത് ഡിറ്റീരിയോറേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീസിനെയൊക്കെ അത് ഇല്ലാണ്ടാകും. ചില ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ടാവാം. അപ്പം അങ്ങനെ എറർ ഉണ്ടാവുന്ന സിഗ്നലാണ് ഈ റിസീവ്ഡ് സിഗ്നലിൽ വരുന്നത്. അപ്പോൾ ഈ റിസീവറിലോട്ട് പോകുമ്പോൾ റിസീവർ എന്ത് ചെയ്യണം? ഫസ്റ്റ് തിങ് റിസീവർ ചെയ്യേണ്ടത് അതെന്ത് സിഗ്നലാണോ വരുന്നത് അതിനെ റിസീവ് ചെയ്യണം. എന്ന് വെച്ചാൽ ട്രാൻസ്മിറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് റിസീവർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിനെ റിസീവ് ചെയ്യുകയും ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന സിഗ്നലിനെ അതിൻ്റെ അകത്തു നിന്ന്, എന്ന് വെച്ചാൽ ഈ റിസീവ്ഡ് സിഗ്നലിൽ നിന്ന് നമ്മുടെ ആക്ച്വൽ മെസ്സേജ് സിഗ്നലിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം. അതെന്തുകൊണ്ടാണ്? സി, നമ്മൾ മെസ്സേജ് സിഗ്നലിനെ നമ്മൾ ട്രാൻസ്മിറ്റർ വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ആക്കിയത്. അതിലും നോയ്സിൻ്റെ ഇൻ്റർഫറൻസ് കാരണം ഒരു എഫക്റ്റ് ഉണ്ടാവും, ഒരു ചേഞ്ച് ഉണ്ടാവും. അത് കാരണം നമ്മൾ റിസീവ്ഡ് സിഗ്നൽ കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി റിസീവ്ഡ് സിഗ്നലിന് റിസീവർ എന്ത് ചെയ്യണം? അതിൻ്റെ റിസീവ്ഡ് സിഗ്നലിനകത്ത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ ഉണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ടാണ് ഈ പറയുന്ന ലാസ്റ്റ് ബ്ലോക്ക് എന്താണ് യൂസർ ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലോട്ട് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പം നമ്മൾ റിസീവർ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു എക്സ്ട്രാക്ട് അല്ലെങ്കിൽ റീകൺസ്ട്രക്ട്. ആ ടേം നോക്കിക്കോ. ഓക്കെ, റീകൺസ്ട്രക്ടിങ് ദി ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ ഫ്രം ദി റിസീവ്ഡ് സിഗ്നൽ. മനസ്സിലായോ? ഓക്കെ, ആ കിട്ടുന്ന റിസീവ്ഡ് സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഇസ് കോൾഡ് ആസ് എൻ എസ്റ്റിമേറ്റ് ഓഫ് ദി മെസ്സേജ് സിഗ്നൽ. എന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ അതേപോലെ റീകൺസ്ട്രക്ട് ചെയ്ത് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ വി ക്യാൻ ഗെറ്റ് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ, അല്ലെങ്കിൽ വി ക്യാൻ ഗെറ്റ് എ എസ്റ്റിമേറ്റ് ഓഫ് ദി മെസ്സേജ് സിഗ്നൽ. മനസ്സിലായോ? അപ്പോൾ അതെവിടെ കിട്ടുന്നത്? ആൻഡ് ഫൈനലി വിൽ ബി ഗെറ്റിംഗ് ദി ഔട്ട്പുട്ട് ഹിയർ. മനസ്സിലായോ? സോ ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇനി നമുക്ക് ചെയ്യേണ്ടത്
സി ഇവിടെ എവിടെയാണ് മോഡുലേഷൻ്റെ യൂസ് വരുന്നത്? വാട്ട് ഈസ് മോഡുലേഷൻ, വൈ ഡു വി യൂസ് ഇറ്റ്, ആൻഡ് വി ലുക്ക് അറ്റ് എൻ എക്സാമ്പിൾ. ഓക്കെ, അതാണ് ഇനി നെക്സ്റ്റ് കേസിൽ നമ്മൾ ചെയ്യുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ പഠിച്ച സമയത്ത് ആദ്യം നമുക്ക് എന്തുണ്ടായിരുന്നു? ഒരു സോഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? ആ സോഴ്സിൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് എ മെസ്സേജ് സിഗ്നൽ. ആ മെസ്സേജ് സിഗ്നൽ നേരെ വരുന്നത് അടുത്ത ഏതിലോട്ടാണ്? ട്രാൻസ്മിറ്ററിലോട്ടാണ്. ആൻഡ് ഈ ട്രാൻസ്മിറ്ററിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ പറഞ്ഞായിരുന്നു, ഈ ട്രാൻസ്മിറ്റർ ചെയ്യുന്നത് ഈ പറയുന്ന മെസ്സേജ് സിഗ്നലിനെ മോഡിഫൈ ചെയ്ത് വേറൊരു ഫോമിലോട്ട് ആക്കുന്നു എന്നാണ് അല്ലേ? ആ മോഡിഫൈ ചെയ്ത് ആക്കുന്ന പ്രോസസ്സ്, അതിൻ്റെ അകത്ത് നടക്കുന്ന സംഭവമാണ് ഈ പറയുന്ന മോഡുലേഷൻ. സോ മോഡുലേഷൻ എന്താ ചെയ്യുന്നത്? ഈ വരുന്ന ഇൻപുട്ട് മെസ്സേജ് സിഗ്നലിനെ കൺവേർട്ട് ചെയ്ത് വേറൊരു ഫോമിലാക്കും. ആൻഡ് ദാറ്റ് ഫോം ഓഫ് സിഗ്നൽ, ഇപ്പോൾ കിട്ടിയ പുതിയ ഫോം ഓഫ് സിഗ്നൽ ഇസ് ആക്ച്വലി ദ കൈൻഡ് ഓഫ് സിഗ്നൽ വിച്ച് വിൽ ബി പാസിംഗ് ത്രൂ ദി ചാനൽ. മനസ്സിലായോ? അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്? ഈ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള മോഡുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ മോഡുലേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് രണ്ട് ടൈപ്സ് ഉണ്ട്. ഓക്കെ, വി ഹാവ് കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ, CW മോഡുലേഷൻ, ആൻഡ് പൾസ് മോഡുലേഷൻ. ഓക്കെ, സോ കണ്ടിന്യൂസ് വേവ് മോഡുലേഷനിൽ വരുന്ന ടൈപ്സ് ആണ് വി ഹാവ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ആംഗിൾ മോഡുലേഷൻ. ആൻഡ് ആംഗിൾ മോഡുലേഷൻ ഇസ് അഗെയിൻ ഡിവൈഡഡ് ടു 2. നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ ഉണ്ട്, ഫേസ് മോഡുലേഷൻ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് വൺ ടൈപ്പ്. നമ്മൾ ആക്ച്വലി ഇതിനെ പറ്റിയാണ് ഈ മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ ആൻഡ് ഈ ടൈപ്സിനെ പറ്റി നമ്മൾ പഠിക്കും. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ. പിന്നെ വി ഹാവ് ഓൾസോ അനദർ ടൈപ്പ് ഓഫ് മോഡുലേഷൻ വിച്ച് ഇസ് കോൾഡ് ആസ് പൾസ് മോഡുലേഷൻ. പൾസ് മോഡുലേഷനിൽ വരുന്നത് വി ഹാവ് അനലോഗ് മോഡുലേഷൻ ആൻഡ് ഡിജിറ്റൽ മോഡുലേഷൻ. ഓക്കെ, പൾസ് മോഡുലേഷനിൽ അനലോഗിൽ വരുന്ന ടൈപ്സ് ആണ് പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ PAM എന്ന് പറയും, പൾസ് ഡ്യൂറേഷൻ മോഡുലേഷൻ PDM, പൾസ് പൊസിഷൻ മോഡുലേഷൻ PPM, ആൻഡ് പൾസ് മോഡുലേഷൻ്റെ ഡിജിറ്റൽ ടൈപ്പിൽ വരുന്നതാണ് പൾസ് കോഡ് മോഡുലേഷൻ PCM എന്നും പറയും. ഓക്കെ, സോ ദീസ് ആർ ഇത് നമ്മൾ ഇനി പഠിക്കും, ഈ സബ്ജക്റ്റിലാണ് PCM പഠിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഈ മോഡുലേഷൻ്റെ കേസ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, കൺസിഡർ വി ഹാവ് എ പേഴ്സൺ. ഓക്കെ, ഒരു പേഴ്സൺ ഉണ്ട്, ഒരു പേഴ്സൺ X ഉണ്ട്. ഓക്കെ, ആൻഡ് ഹീ ഈസ് വാക്കിംഗ് ഫ്രം ട്രിവാൻഡ്രം ടു കൊച്ചി. ഓക്കെ, കൊച്ചി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ നടക്കണമെങ്കിൽ എത്ര ടൈം എടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇല്ലെങ്കിൽ ജസ്റ്റ് യൂസ് യുവർ ഗൂഗിൾ മാപ്പ് എന്നിട്ട് നോക്കിയാൽ മതി. ഡെസ്റ്റിനേഷൻ കൊച്ചി ഇടുകയാണെങ്കിൽ ഇവിടെ നിന്ന് എത്ര ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ കേസിൽ ഈ ഒരു സർക്കംസ്റ്റാൻസ്, ഓക്കെ സപ്പോസ് ഇപ്പോൾ ഇയാൾ നടന്നാൽ പോകുന്നത്, വേറെ ട്രാവൽ ചെയ്യുന്ന ഒരു മെക്കാനിസം ഇല്ല. അപ്പോൾ ആ കേസിൽ ഇയാൾ നടന്ന് അതുവരെ എത്തുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ടേക്കിംഗ് എ പ്രിറ്റി ലോട്ട് ഓഫ് ടൈം അല്ലേ? അത് മാത്രമല്ല, അങ്ങനെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ അയാൾക്ക് കണ്ടിന്യൂസ്ലി നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കും. അപ്പോൾ എഗെയിൻ സമയം കൂടുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് മഴ വരാം അല്ലേ? വേറെ എന്തെങ്കിലുമൊക്കെ ഫ്ലഡോ അങ്ങനത്തെ ഡിസാസ്റ്റേഴ്സൊക്കെ ഇടയ്ക്ക് സംഭവിച്ചെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്റ്റേണൽ ഇൻ്റർഫറൻസസ് വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ബൈ ഫുഡ് നടക്കുന്നതുകൊണ്ട് ആക്സിഡൻറ്റ്സ് സംഭവിക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ഇൻ്റർഫറൻസസ് ഇയാൾക്ക് സഫർ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ തന്നെ എങ്ങനെയോ അയാൾ മാനേജ് ചെയ്ത് കൊച്ചി വരെ നടന്നെത്തുന്നെങ്കിൽ ഹിൽ ബി കംപ്ലീറ്റ്ലി ടയർഡ് അല്ലേ? അത്രയ്ക്കും ടയർഡായിരിക്കും. ഇനി നമ്മൾ പറയുന്നത് സപ്പോസ് ദിസ് പേഴ്സൺ ഇസ് യൂസിങ് ഒരു കാർ. ഓക്കെ, ഹി ഈസ് യൂസിങ് എ പർട്ടിക്കുലർ കാർ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്? ഇയാളുടെ ഈ പർട്ടിക്കുലർ കാർ യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാണ്. ഓക്കെ, സോ ദിസ് പേഴ്സൺ ഇസ് അവർ മെസ്സേജ്. ഓക്കെ, കാരണം ഇയാളാണ് നമ്മുടെ ആക്ച്വൽ സോഴ്സ് എന്ന് പറയുന്നത്. സോ ഹീ ഈസ് അവർ മെസ്സേജ് സിഗ്നൽ. And instead of walking directly, he is using something. He is using a means of vehicle. ആ means of vehicle ഞാൻ ഒരു കാരിയർ സിഗ്നൽ എന്ന് പറയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ കാരിയർ സിഗ്നൽ ഇയാൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന വെഹിക്കിൾ യൂസ് ചെയ്തിട്ട് ഹിൽ മൂവ് ആൻഡ് ഹി റീച്ചസ് ദി ലൊക്കേഷൻ. ഇനി ആ ലൊക്കേഷനിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഇയാളിപ്പോൾ വണ്ടിക്കകത്ത് കയറിയെന്നല്ലേ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് ഹി ഹാസ് ടു മൂവ് ഔട്ട് ഓഫ് ദി വെഹിക്കിൾ അല്ലേ? അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് വിൽ ഗെറ്റ് ദി വെഹിക്കിൾ. ഓക്കെ, വെഹിക്കിൾ ഉണ്ടാവും, വെഹിക്കിളിൽ നിന്ന് പുറത്ത് അയാൾ ഇറങ്ങുമല്ലേ? സോ ദി പേഴ്സൺ വിൽ ബി ഔട്ട് ഓഫ് ദ വെഹിക്കിൾ. ഇവിടെ നടന്ന പ്രോസസ്സ് എന്താണ്? ഈ മെസ്സേജ് സിഗ്നലിനെ നമ്മൾ ഡയറക്റ്റ്ലി അങ്ങോട്ട് ഡെസ്റ്റിനേഷനോട്ട് വിടുന്ന സമയത്ത് ഒരുപാട് രീതിയിലുള്ള നോയ്സസ് വന്നിട്ട് ചിലപ്പോൾ ഇയാൾക്ക് അവിടെ ഈ പറയുന്ന മെസ്സേജ് സിഗ്നലിന് അവിടെ എത്താൻ പോലും പറ്റത്തില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ മെസ്സേജിനെ നമ്മളെടുത്ത് വേറെ ഒരു സിഗ്നലിൽ വെക്കുകയാണ്. ആ സിഗ്നലിൻ്റെ പേരാണ് ഒരു കാരിയർ സിഗ്നൽ. മനസ്സിലായോ? കാരിയർ സിഗ്നൽ വെച്ചിട്ട് ഈ കാരിയർ സിഗ്നൽ വിൽ ബി ട്രാൻസ്പോർട്ടിംഗ് ദ മെസ്സേജ് സിഗ്നൽ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ദി ഡെസ്റ്റിനേഷൻ പോയിന്റ്.
എന്നിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ എന്ത് പറ്റും? ദ മെസ്സേജ് സിഗ്നൽ വിൽ ബി ടേക്കൺ ഓഫ് ഫ്രം ദി കാരിയർ സിഗ്നൽ. എന്നിട്ട് മെസ്സേജ് മാത്രം കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് പറഞ്ഞപ്പോൾ ഇയാൾ നടന്നുപോയ കേസും ഇതും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കേസിൽ അയാളുടെ ലൈക്ക് എനർജി ലെവൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് മച്ച് ബെറ്റർ അല്ലേ? ആദ്യം നടന്നു പോയി എത്തുന്നതിനെ കാട്ടി വണ്ടി പോകുമ്പോൾ ഇറ്റ് ഇസ് മച്ച് മോർ ബെറ്റർ അല്ലേ? സോ ദാറ്റ് ഈസ് ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ കേസ് ഓഫ് മോഡുലേഷൻ പ്രോസസ് ഓൾസോ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ഉണ്ട്. ഓക്കെ, വി ഹാവ് എ ലോ ഫ്രീക്വൻസി സിഗ്നൽ ലൈക്ക് ദ സ്പീഡ് സിഗ്നൽ, ഒരു 20 kHz സംതിങ് വരും. ആ സിഗ്നലാണ് എൻ്റെ മെസ്സേജ് സിഗ്നൽ. ഓക്കെ, ആ സിഗ്നലിനെ ഞാൻ ഒരു കാരിയർ സിഗ്നലിലോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഈ കാരിയർ എന്ന് പറയുമ്പോൾ മെസ്സേജ് എന്ന് പറയുമ്പോൾ അത് ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. കാരിയർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി എ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. അപ്പോൾ നമ്മൾ ഈ മെസ്സേജ് സിഗ്നലിനെ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലിലോട്ട് കൊടുക്കുകയാണ്. സോ ദിസ് കാരിയർ സിഗ്നൽ വിൽ ബി ആക്ടിങ് ലൈക്ക് എ വെഹിക്കിൾ. ഈ പറയുന്നൊരു വണ്ടി പോലെ അത് ആക്ട് ചെയ്യും. ഒരു സാധനത്തിനെ എടുത്ത് വെച്ചിട്ട് ആ സാധനം എന്ത് ചെയ്യും? അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കും. ആ ഒരു കാര്യമാണ് ആര് ചെയ്യുന്നത്? ഈ കാരിയർ സിഗ്നൽ ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ എന്ത് ചെയ്യും? ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ക്യാരി ചെയ്തിട്ട് അത് വേറൊരു ലൊക്കേഷനിൽ കൊണ്ടുപോയി എത്തിക്കും. എന്നിട്ട് അവിടെ നിന്ന് എന്ത് പറ്റും? ഈ കാരിയറിൽ നിന്ന് മെസ്സേജ് സിഗ്നൽ നമ്മൾ റിമൂവ് ചെയ്യുകയും ചെയ്യും. സോ ഈ കേസിൽ ഈ പറയുന്ന മെസ്സേജ് സിഗ്നലും കാരിയറും കൂടെ ചേർന്നിട്ട് ഇപ്പം ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ആയില്ലേ അല്ലെ? ആ സിഗ്നലിനെയാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്മിറ്റഡ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയും. ഓക്കെ, മോഡുലേറ്റഡ് സിഗ്നൽ. ഓക്കെ, ആൻഡ് ദിസ് പ്രോസസ് ഇസ് കോൾഡ് ആസ് മോഡുലേഷൻ. ഇനി ഇവിടെ നടക്കുന്ന എന്താണ്? ഈ പറയുന്ന മെസ്സേജിനെ കാരിയറിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തില്ലേ? ആ പ്രോസസ്സാണ് ഡീമോഡുലേഷൻ. ഇവിടെ നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഡീമോഡുലേഷൻ. ഓക്കെ, ഡീമോഡുലേഷൻ നടക്കുന്ന സമയത്ത് വിൽ ബി ഗെറ്റിംഗ് ദ ആക്ച്വൽ മെസ്സേജ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് കേസ്. അപ്പോൾ മോഡുലേഷൻ ചെയ്യുന്ന കാരണമുള്ള അഡ്വാൻറ്റേജ് ഇപ്പോൾ എന്താണ്? നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞു തന്നെ ഇയാൾ ഇവിടെ നിന്ന് കൊച്ചിയിലോട്ട് നടന്നു പോകുന്ന സമയത്ത് അയാളുടെ എനർജി മൊത്തം ഡ്രെയിൻ ഔട്ട് ആവും. പക്ഷേ നമ്മൾ ഒരു വണ്ടി യൂസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് ടൈം എന്ത് ചെയ്യാം? കൺസേർവ് ചെയ്യാം. അതേപോലെ എനർജിയും കൺസേർവ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ അഡ്വാൻറ്റേജസ് വരുന്നത്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ എങ്ങനെ പറയാൻ പറ്റും? ഒരു സിഗ്നലിനെ ഇപ്പോൾ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണെങ്കിൽ ഇതിനെ ഒരു ഹൈ ഡിസ്റ്റൻസിലോട്ട് നമുക്ക് ട്രാവൽ ചെയ്യിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുമ്മാ ഈ സിഗ്നലിൽ ഞാൻ ഇങ്ങനെ സെൻഡ് ചെയ്തിടുകയാണെങ്കിൽ എക്സ്റ്റേണൽ നോയ്സസ് എല്ലാം കൂടെ വന്നിട്ട് ആ സിഗ്നലിൽ എന്ത് പറ്റും? ഡീഗ്രേഡ് ചെയ്യും. ആ സിഗ്നലിൻ്റെ എനർജി പോകുന്ന പ്രോസസ്സിനെ നമ്മൾ അറ്റനുവേഷൻ എന്ന് പറയും. ഓക്കെ, സോ കമ്പാരിറ്റീവ്ലി നമ്മൾ മോഡുലേഷൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഈ ആക്ച്വൽ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഞാൻ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലുമായിട്ട് മോഡുലേറ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് ഈ സിഗ്നലിൻ്റെ എനർജി വിൽ നോട്ട് ബി ലോസ്റ്റ്. അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയും ചെയ്യും. എന്നിട്ട് കരിയർ എന്ത് ചെയ്യും? ആ സിഗ്നലിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോവുകയും ചെയ്യും. മനസ്സിലായോ? സോ ഹെൻസ് വി ക്യാൻ ആക്ച്വലി ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. റേഞ്ച് എന്താണ്? ഇപ്പോൾ ഒരു പോയിന്റ്, നമുക്ക് ട്രാൻസ്മിറ്റർ പോയിന്റ് ഉണ്ട്, റിസീവർ പോയിന്റ് ഉണ്ട്. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ മോഡുലേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലിലാണെങ്കിൽ പോലും അത്രയും ദൂരം ലോങ്ങർ ഡിസ്റ്റൻസസ് എനിക്ക് ട്രാവൽ ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായോ? സോ ദാറ്റ് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് മോഡുലേഷൻ. മനസ്സിലായോ? സോ വാട്ട് ആർ ദ നീഡ്സ് ഓഫ് മോഡുലേഷൻ? ഫസ്റ്റ് വൺ നോക്കി, ഇറ്റ് ഇൻക്രീസസ് ദ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതേപോലെ മോഡുലേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൂട്ടാൻ പറ്റും. ആൻഡ് സെക്കൻഡ് കേസ് നോക്കി, സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിക്രീസസ് ദി ആൻറ്റന ലെങ്ത്. അതെന്താണ്? നമ്മൾ ആൻറ്റനയുടെ ലെങ്ത്, ആൻറ്റനയാണ് നമ്മൾ ഈ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫിസിക്കൽ ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻറ്റനയുടെ ലെങ്ത് ഇസ് ആക്ച്വലി റിലേറ്റഡ് ടു ദി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിൻ്റെ വേവ് ലെങ്ത് ബൈ ദ റിലേഷൻ ലാംഡ ഡിവൈഡ് ബൈ 4 = ലാംഡ ഡിവൈഡ് ബൈ 4. ആൻഡ് സപ്പോസ് ഈ കേസിൽ ഐ എം യൂസിങ് എ ഫ്രീക്വൻസി, ഞാൻ സെൻഡ് ചെയ്യുന്ന ഫ്രീക്വൻസി ഈസ് സപ്പോസ് 1 kHz ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഈസ് ആക്ച്വലി ഇൻവേഴ്സ്ലി റിലേഷണൽ ടു ലാംഡ വേവ് ലെങ്ത്. അപ്പോൾ ഫ്രീക്വൻസി ലോ ആവുകയാണെങ്കിൽ ലാംഡ എന്ത് പറ്റും? ലാംഡ വിൽ ബി ഹൈ. ആൻഡ് നമ്മുടെ റിലേഷൻ എന്തായിരുന്നു? L was equal to ലാംഡ ഡിവൈഡ് ബൈ 4. സോ വെൻ ലാംഡ കൂടുകയാണെങ്കിൽ L എന്ന് പറയുന്ന ലെങ്ത് ഓൾസോ ഇൻക്രീസസ്. ലെങ്ത് എന്തുവായിരുന്നു? ആൻറ്റന ലെങ്ത് ആണ്. അപ്പോൾ ഇവിടുത്തെ എന്താ സംഭവിച്ചത്? ഫ്രീക്വൻസി കുറവാകുന്ന സമയത്ത് നമ്മുടെ ആൻറ്റനയുടെ ലെങ്ത് കൂടണം. ആൻഡ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ കേസിൽ ഫ്രീക്വൻസി 1 kHz എന്ന് പറയുന്ന കേസിലാണെങ്കിൽ ഈ എല്ലിൻ്റെ വാല്യൂ വിൽ ബി സംതിങ് അറൌണ്ട് 75,000 മീറ്റർ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ആലോചിച്ച്, ഒരു കുഞ്ഞ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്പീച്ച് സിഗ്നൽ, ഈ സംസാരിക്കുന്ന സിഗ്നൽ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ട്രാൻസ്മിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആൻറ്റന എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരും അല്ലേ? 75,000 മീറ്റർ ആയിരിക്കും വേണ്ടി വരുന്നത്. പക്ഷെ അത് ഫീസിബിൾ ആണ് അല്ല? ഒരു ചെറിയ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി അത്രയ്ക്കും വലിയ ആൻറ്റന ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് ആക്ച്വലി നഷ്ടമാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് നമ്മൾ ആക്ച്വലി മോഡുലേഷൻ ചെയ്തത്.
ഓക്കെ, മോഡുലേഷൻ എന്താ ചെയ്തേ? ഈ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നമ്മൾ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലുമായിട്ട് നമ്മൾ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്ന കാരിയർ സിഗ്നലുമായിട്ട് നമ്മൾ മോഡുലേറ്റ് ചെയ്തു. അങ്ങനെ കിട്ടിയ സിഗ്നലിനെ നമ്മൾ എന്ത് പറയും? മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയും. സോ ആ കിട്ടിയ മോഡുലേറ്റഡ് സിഗ്നൽ വിൽ ബി എ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. മനസ്സിലായോ? ഈ ലോ ഫ്രീക്വൻസിനെ നമ്മൾ ഈ കാരിയറിലോട്ട് ആക്കിയിട്ട് കിട്ടുന്ന കൈൻഡ് ഓഫ് സിഗ്നലിനെയാണ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി എ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ. ഓക്കെ, സോ ഹൈ ഫ്രീക്വൻസി, ഇപ്പോൾ ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ എന്ത് പറ്റും? ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ ലാംഡ വിൽ ബി ലോവർ, ആൻഡ് ഇവിടുത്തെ കേസിൽ ലാംഡ കുറയുകയാണെങ്കിൽ ആൻറ്റിനയുടെ ലെങ്ത്തും എനിക്ക് കുറയ്ക്കാം. മനസ്സിലായോ? സോ ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തേ? ആ സെയിം 1 kHz എന്ന് പറയുന്ന സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കാരിയറിനെ യൂസ് ചെയ്തപ്പം എൻ്റെ ടോട്ടൽ ഫ്രീക്വൻസി കൂടി. ടോട്ടൽ ഫ്രീക്വൻസി കൂടിയ സമയത്ത് ആൻറ്റിനയുടെ ലെങ്ത്ത് ഓബിയസ്ലി കുറയും. മനസ്സിലായോ? അപ്പം മോഡുലേഷൻ കാരണം എഗെയിൻ ആൻറ്റിനയുടെ ഹൈറ്റ് നമുക്ക് അല്ലെങ്കിൽ ലെങ്ത്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് വാസ് യുവർ സെക്കൻഡ് അഡ്വാൻറ്റേജ്. പിന്നെ അതേപോലെ അവോയ്ഡ് മിക്സിങ്. അതായത് സപ്പോസ് നമുക്ക് രണ്ട് സെയിം സിഗ്നലുണ്ട്. ഓക്കെ, മെസ്സേജ് സിഗ്നൽ M1 ഉണ്ട്, മെസ്സേജ് സിഗ്നൽ M2 ഉണ്ട്. ഇത് രണ്ടും ഒരു സെയിം ചാനൽ വഴിയേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. ഓക്കെ, സെയിം ചാനൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഈ രണ്ട് സിഗ്നൽസും ഇൻ്റർഫിയർ ചെയ്യും അല്ലെങ്കിൽ മിക്സ് ആവും. മനസ്സിലായോ? കാരണം എന്താണ്? രണ്ടും സെയിം സിഗ്നൽ അല്ലേ, രണ്ടും സെയിം ഫ്രീക്വൻസിയാണ്. സപ്പോസ് ദിസ് ഇസ് F1 ആൻഡ് F1, രണ്ടും സെയിം ആയിരിക്കും വരുന്നത് ഫ്രീക്വൻസി. അതുകൊണ്ട് രണ്ട് സിഗ്നൽസും സെയിം ആയതുകൊണ്ട് അവർ തമ്മിൽ നമ്മൾ ആ പ്രോസസ്സിനാണ് ക്രോസ് ടോക്ക് എന്ന് പറയുന്നത്. CROSSTALK. ക്രോസ് ടോക്ക് അല്ലെങ്കിൽ മിക്സിംഗ് ഓഫ് സിഗ്നൽസ് സംഭവിക്കാം. മിക്സിംഗ് ആവുന്ന സമയത്ത് എഗെയിൻ എറർ ആവത്തില്ലേ? നമുക്ക് ആക്ച്വൽ സിഗ്നൽ നമുക്ക് റിസീവ് ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സിഗ്നലും മിക്സ് ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് സിഗ്നൽസും ഡയറക്റ്റ്ലി സെൻഡ് ചെയ്യുന്നതിന് പകരം വി ക്യാൻ യൂസ് എ കാരിയർ. ഈ M1 എന്ന് പറയുന്ന സിഗ്നലിൽ ഞാൻ FC1 എന്ന് പറയുന്ന ഒരു കാരിയർ സിഗ്നൽ യൂസ് ചെയ്ത് മോഡുലേഷൻ ചെയ്യാണ്. അതേപോലെ M2 സിഗ്നലിനെ ഞാൻ വേറൊരു കാരിയർ FC2 യൂസ് ചെയ്തിട്ട് മോഡുലേറ്റ് ചെയ്യാണ്. അപ്പോൾ മോഡുലേഷൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ദിസ് വിൽ ബി ഓഫ് എ ഫ്രീക്വൻസി FC1 ആൻഡ് ദിസ് വിൽ ബി ഓഫ് എ ഫ്രീക്വൻസി FC2 ആയിരിക്കും. മനസ്സിലായോ? ഈ രണ്ട് സിഗ്നൽസിൻ്റെയും കണ്ടന്റ് സെയിം ആണ്, പക്ഷെ നമ്മൾ പുറത്ത് നോക്കുന്ന സമയത്ത് രണ്ടും രണ്ട് ഫ്രീക്വൻസി ആയിരിക്കും. അതുകൊണ്ട് അവർ മിക്സ് ചെയ്യത്തില്ല. സോ വി ക്യാൻ അവോയ്ഡ് മിക്സിംഗ് ബൈ യൂസിങ് ദ പ്രോസസ് ഓഫ് മോഡുലേഷൻ. ഓക്കെ, അതേപോലെ മോഡുലേഷൻ ചെയ്യുമ്പോൾ വി ഗെറ്റ് ഹൈ ക്വാളിറ്റി റിസെപ്ഷൻ. അതേപോലെ വി ക്യാൻ റെഡ്യൂസ് ദ നോയ്സസ്. കാരണം ഇപ്പോൾ മനസ്സിലല്ലേ നിങ്ങൾക്ക്? ഇപ്പം ഇങ്ങനെ രണ്ട് സിഗ്നൽസ് മിക്സ് ആവാണ്ട് നമ്മൾ നോക്കുന്നെങ്കിൽ തന്നെ വി ക്യാൻ ആക്ച്വലി അവോയ്ഡ് ദി നോയ്സസ് അല്ലെങ്കിൽ അവോയ്ഡ് ദി ഇൻ്റർഫിയറൻസ് ഓഫ് നോയ്സസ്. ഓക്കെ, അതുപോലെ ലാസ്റ്റ് വൺ ആണ് വി ക്യാൻ അഡ്ജസ്റ്റ് ദി ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സിസ്റ്റം. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചാനൽ വഴിയാണ്. ഈ ചാനലിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഈ ചാനൽ വഴി എത്രമാത്രം സിഗ്നൽസിന് പാസ് ചെയ്ത് പോകാൻ പറ്റുന്നുവോ ആ സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസീസിൻ്റെ ഒരു റേഞ്ചാണ്. ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് വിച്ച് ആർ അലൗഡ് ഇൻ എ ചാനൽ, അതിനാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു ഫ്രീക്വൻസി F1 തൊട്ട് F3 വരികയാണെങ്കിൽ ദിസ് ഇസ് ഓഫ് ബാൻഡ് വിഡ്ത്ത്. ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയാണ് ബാൻഡ് വിഡ്ത്ത്. ഇവിടുത്തെ കേസിൽ വി ക്യാൻ ആക്ച്വലി അഡ്ജസ്റ്റ് ദി ബാൻഡ് വിഡ്ത്ത് ഓൾസോ. സോ ദീസ് ആർ യുവർ നീഡ്സ് ഓഫ് മോഡുലേഷൻ. ഷോർട്ട് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും എന്താണ് മോഡുലേഷൻ ആൻഡ് നീഡ്സ് ഓഫ് മോഡുലേഷൻ. ഓക്കെ.